ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഇപ്പം കുറേ ആയിട്ട് കേട്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പെൺപിള്ളേര് നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുക. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെയും ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച് അവരെയും കൊന്നിട്ട് സ്വയമേ മരിക്കുക. ഇത് നല്ലൊരു ഡിസിഷനാണോ? ഒരിക്കലും അല്ല. നമുക്ക് നല്ല പഠിപ്പുണ്ട്, അത്യാവശ്യം ജോലിയുണ്ട്, എങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ പോലും നമ്മൾ സ്വന്തമായിട്ട് തന്നെ ജീവിച്ച് കാണിക്കണം ഇവരുടെ മുന്നിൽ. അതിൽ ചെയ്യണ്ട. അല്ലാതെ നമ്മൾ നിസ്സാരം ഭർത്താവിന് ഇഷ്ടമല്ല, ഭർത്താവിന് വേണ്ട എങ്കിൽ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് എന്തെങ്കിലും കാര്യം നമുക്കുണ്ടോ? ഇല്ല, ഒരു കാര്യവും നമുക്കില്ല. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല പഠിപ്പും വിദ്യാഭ്യാസം ഇതൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ലൊരു ജോലി കണ്ടെത്തി നമ്മൾ അതിലേക്ക് പോവുക. നമുക്ക് ഒരിടത്തു നിന്ന് പോകാൻ പറ്റുന്നില്ല, അത് അവരുടെ മനോഭാവം എങ്ങനെയാണ്, അവരുടെ പെരുമാറ്റം നമ്മളോട് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാതിരിക്കുക. മാക്സിമം നമ്മൾ നമ്മുടെ ജീവനെ രക്ഷിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സേഫ് ആക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എനിക്കിപ്പോൾ തന്നെ ഈ ഒരു ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയായിട്ടൊക്കെ കുറേ വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടവും വിഷമവും തോന്നി. ഒരു കുഞ്ഞിനെ അമ്മ കൊന്നിട്ട് അവര് ആത്മഹത്യ ചെയ്യുന്നതൊക്കെ കേട്ടപ്പോഴത്തേനും ഒരുപാട് വിഷമം തോന്നി എനിക്ക്. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചിട്ട്. പക്ഷെ ചിലപ്പോൾ സാഹചര്യം കൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. കാരണം ഈ കല്യാണം കഴിച്ചു വിട്ട പെൺപിള്ളേർക്കൊക്കെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ അവരുടെ പേരൻസിനോ വീട്ടുകാർക്കൊന്നും അവർക്കൊന്നും ഒന്നും ഉണ്ടാവത്തില്ല. അവർക്ക് അതില് സ്വന്തം മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു, അപ്പൊ അവൾ ഈ കാര്യം പറഞ്ഞിട്ട് അത് മൈൻഡ് ചെയ്യാതെ നിൽക്കുന്ന പേരൻസ് വരെ ഉണ്ട്. ചിലപ്പം അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും ഈ പെൺകൊച്ചിന് ഇങ്ങനെ തോന്നിയിട്ട് അത് ചെയ്തത്. ചിലപ്പം അതിന് ജീവൻ തന്നെ വേണ്ടാന്ന് വെച്ച് ചെയ്തത്. പക്ഷെ അതൊരു നല്ലൊരു കാര്യമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ മറ്റൊരാൾക്ക് നമ്മളെ വേണ്ട എങ്കിൽ നമ്മൾ ഒരിക്കലും ആരും താങ്ങി നിൽക്കരുത്, വിട്ടുപോവുക അവിടുന്ന്. അത് നമ്മൾ ചെയ്യേണ്ടതാണ്, വിട്ടുപോവുക. നമ്മൾ ആരും താങ്ങി ജീവിക്കരുത്. അത് നമുക്ക് പോലീസുണ്ട്, അല്ലാതെ നിയമപരമായിട്ട് എന്തെങ്കിലും ആ രീതിക്ക് നമ്മൾ മാറിപ്പോവുക. അല്ലാതെ വെറുതെ നമ്മൾ അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം തുലച്ചു കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് നമ്മൾ ചെയ്യേണ്ടത് അതുമാണ്. ഈ പെൺപിള്ളേരെ കെട്ടിച്ചു വിടുമ്പം വീട്ടുകാർ ചെയ്യുന്നതായിരിക്കും. എല്ലാ വീട്ടുകാരും അല്ല, ചില വീട്ടുകാർ കുറെ സ്ത്രീധനം കൊടുക്കുക, കുറെ സ്വർണം കൊടുക്കുക, പിന്നെ ഓരോരുത്തരുടെ ചടങ്ങനുസരിച്ച് കുറെ കാറ് അല്ലെ ബൈക്ക് അല്ലെ വലിയ കാറുകൾ വലിയ ഇതൊക്കെ ആയിരിക്കും മക്കൾക്ക് കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ളവർക്കൊന്നും ഒരു സമാധാനം ഉണ്ടാവത്തില്ല. അവര് സ്വത്തും പണം കണ്ടിട്ടാണ് ഈ പെണ്ണിനെ ആഗ്രഹിക്കുന്ന മോഹിക്കുന്നതെല്ലാം. അല്ലാതെ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ സ്നേഹിക്കുന്ന ആവൂല. അങ്ങനെയുള്ളവർക്കൊക്കെ ജീവിതം വളരെ കടുപ്പമായിരിക്കും. അതൊക്കെ ആ ഭർത്താവിന്റെ വീട്ടുകാർ ഒറ്റ ദിവസം കൊണ്ടോ അതോ എത്ര ദിവസം കൊണ്ടോ ആ സ്വർണം തന്നെ തിരിച്ചു കിട്ടുമോ എന്ന് പോലും ഉറപ്പില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മുടെ വിസ്മയ. പുള്ളിക്കാരി ഒരു ദിവസമാണ് ആ 101 പവൻ സ്വർണം വിറ്റിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ആ പുള്ളിക്കാരി ആ സ്വർണം പോലും കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പെൺമക്കളെ നമ്മൾ തന്നെ സേഫ് ആക്കുക. അവർക്ക് ഒരു ബുദ്ധിമുട്ടോ അത് വിവാഹശേഷം വന്നു കഴിഞ്ഞാൽ അതിൽ ഇടപെടേണ്ടത് നമ്മുടെ പേരൻസ് തന്നെയാണ്. പക്ഷെ അത് അവരെ ഒഴിഞ്ഞു മാറുമ്പോഴത്തേനും നമ്മുടെ പെൺമക്കളാണ്. ചിലപ്പോൾ അവരുടെ മനസ്സ് അങ്ങനെയുള്ളതായിരിക്കും, അവർക്ക് സ്ട്രോങ് അല്ല, കട്ടിയില്ലാത്ത പിഞ്ചു മനസ്സായിരിക്കും. അതുകൊണ്ടാണ് അവർ ഈ നിസ്സാര പ്രശ്നങ്ങൾക്ക് മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ ദയവേത് ഇനി ആരാണെങ്കിലും അങ്ങനെ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് പ്രശ്നം വന്നാലും നമ്മളത് തരണം ചെയ്യുക, സഹിക്കുക, നേരിടുക. അതിൽ നിന്നെല്ലാം മാറ്റം നമുക്കുണ്ടാവും. അല്ലാതെ ഒന്നിനും ഒരു പരിഹാരം ആത്മഹത്യയല്ല. ഓക്കെ, താങ്ക് യു.